കാര്യത്തില് തകർച്ചയിലോ തോൽവിയിലോ പരാജയത്തിലോ സങ്കടത്തിലോ കടബാധ്യതയിലോ രോഗപീഠയിലോ മറ്റേതെങ്കിലും പരാജയത്തിന്റെ നടുവിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കൂ. അവിടെ ദൈവത്തിന് ആ തകർച്ചയിലൂടെ നിങ്ങളോട് വ്യക്തമായി സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിലൂടെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കാനുണ്ട്. ആ ദൈവത്തിന്റെ സ്വരം അവിടെ ശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങളോട് വ്യക്തമായി പറയും, ഇതിലേ പോ, വഴി കാണിച്ചു തരും. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാഴ്ച ഉള്ളപ്പോൾ തൻ്റെ ലൗകിക ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിയപ്പോൾ കണ്ണിന്റെ കാഴ്ച അപ്പാടെ പോയപ്പോൾ ദൈവത്തിന്റെ കാഴ്ച തെളിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കാനുള്ള കാഴ്ചപ്പാട്. അതിനൊരു കാരണമുണ്ട്. 21 വയസ്സുള്ളപ്പോൾ ദൈവത്തിന്റെ ദൂത് എനിക്ക് ലഭിച്ചിരുന്നു. എന്ത്? ഈ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. പക്ഷേ അതൊന്നും ഞാൻ ഗമനിച്ചില്ലെന്ന് മാത്രമല്ല, അത് എന്നോടായിരിക്കുകയില്ല എന്ന് കരുതി. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞ് 58 വയസ്സ് പ്രായമാകുമ്പോഴാണ് എൻ്റെ കണ്ണിന്റെ കാഴ്ച പോകുന്നത്. 57 വയസ്സ്. അതുവരെ ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റാനായി ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്. എന്ത്? ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്ന ദൈവത്തോട് ദൈവം ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ആ സുവിശേഷം എല്ലാവരോടും പറയാനായി ആഗ്രഹിക്കുന്ന ദൈവം, അതിനുവേണ്ടി 21 വയസ്സുള്ളപ്പോൾ എന്നെ വിളിച്ചിട്ട് നാം അത് ഗവനിക്കാതെ തന്റെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കുമ്പോഴാ 57 വയസ്സിൽ കണ്ണിന്റെ കാഴ്ച അപ്പാടെ പോയി. ഇന്നൊരു കാഴ്ച നഷ്ടപ്പെട്ടു പോയാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമല്ല. അതൊക്കെ കണ്ണ് മാറ്റിവെക്കാൻ എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷേ എല്ലാ ഓപ്പറേഷനും പരാജയപ്പെട്ട് അപ്പാടെ 2 കണ്ണിന്റെയും റെറ്റിന ഞരമ്പ്, അതായത് ലോകത്തിന് നൽകാനാവാത്ത വിധം കാഴ്ച അപ്പാടെ ഞരമ്പ് റെറ്റിന ക്ലോസ് ചെയ്തപ്പോഴാ യഥാർത്ഥമായ ദൈവത്തിന്റെ വഴി തെളിയപ്പെട്ടത്. ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റ